കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ പിടിയിൽ. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിൽ എന്നിവരാണ് പിടിയിലായത്. സംഭവത്തിൽ ഷാരിലിന്റെ പങ്ക് അന്വേഷിക്കുകയാണ്. അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ ഒരു വിഷയത്തിൽ പിടിയിലായിരിക്കുന്നത്. ഇപ്പോൾ എന്താണ് പോലീസ് പറയുന്നത്? ആതിര, നിലവിൽ ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 2 പേരാണ് പിടിയിലായിട്ടുള്ളത്. അതിൽ ആഷിഖും ഷാരിലും. ഇവരുടെ ഈ പങ്കുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ഉണ്ട്. ഇതിൽ ആഷിഖാണ് കഴിഞ്ഞ ദിവസം, അതായത് വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഇതിലെ പ്രധാന പ്രതിയായ ആകാശിന് ഇത്തരത്തിൽ കഞ്ചാവ് കൈമാറിയതെന്നുമായി ബന്ധപ്പെട്ട വ്യക്തതകൾ ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ആഷിഖിൻ്റെ നേതൃത്വത്തിൽ ഈ കളമശ്ശേരി ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കഞ്ചാവ് ചെയ്യുന്നുണ്ട് എന്ന രീതിയിലുള്ള വ്യക്തതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുമാനത്തിലാണ് നിലവിൽ പോലീസ് തന്നെ പറയേണ്ടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കണ്ടത്. അവിടെ നിന്നും 2 കിലോ കഞ്ചാവാണ് KSU പ്രവർത്തകനായ ആകാശിൻ്റെ കൈവശത്തു നിന്നും പിടികൂടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതൊരു ചെറിയ പങ്കാണ്. പിന്നീടുള്ള, അതായത് ഇതിനു മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ആഷിഖിൻ്റെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിതരണം നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആഷിഖിനെ പിടികൂടിയത്. ഈ ഒരു സമയം ഇദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, ഷാരിൽ എന്നാണ് അയാളുടെ പേര്. പക്ഷേ അയാൾക്ക് ഈ ഒരു കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുള്ള പങ്ക് എന്താണെന്നുമായുള്ള അന്വേഷണം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വ്യക്തതകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കേണ്ടത് ഉണ്ട്. അല്പസമയത്തിനകം ഇവരെ സ്റ്റേഷന് പുറത്തേക്ക് ഇറക്കും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. വലിയ രീതിയിൽ, അതായത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസത്തോടു കൂടി ഇത്തരത്തിൽ പോളിടെക്നിക്കിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ ആകാശിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്, ആകാശ് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ക്യാമ്പസിനകത്ത് ഈ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ പാക്കറ്റുകളിലാക്കിയായിരുന്നു ഇത്തരത്തിൽ ആകാശ് കഞ്ചാവ് വിതരണം ചെയ്തത്. ഇത്തരത്തിൽ ഈ റെയ്ഡ് പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു മുറിയിൽ നിന്നും ഇത്തരത്തിൽ ചെറിയ പാക്കറ്റുകൾ, ഒപ്പം തന്നെ ഈ കഞ്ചാവ് പൊടിക്കുവാനുള്ള ഉപകരണങ്ങൾ, അത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ തന്നെയും കണ്ടെത്തിയിരുന്നു. ഇത്തരത്തിലൊരു ബിസിനസ് എന്ന രീതിയിലായിരുന്നു ഇവർ ഈ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഒപ്പം തന്നെ വലിയ ഓഫറുകളും ഈ കഞ്ചാവ് വിതരണവുമായി ബന്ധപ്പെട്ട് ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കഞ്ചാവ് ഈ ആകാശിൻ്റെ കയ്യിലെത്തുന്നതിന് മുന്നേ തന്നെ ഇത്തരത്തിൽ പണം നൽകുകയാണെങ്കിൽ വളരെ ചെറിയ പണം കൊടുത്താൽ മതി. എന്നാൽ പിന്നീട് കഞ്ചാവ് ക്യാമ്പസിനകത്ത് എത്തിയതിനു ശേഷമാണ് ആവശ്യക്കാർ പണം നൽകുന്നതെങ്കിൽ വലിയ, അല്ലെങ്കിൽ ഇരട്ടിയിലധികം തുക നൽകി ആവശ്യക്കാർ കഞ്ചാവ് വാങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ ഈ ഹോളിയുമായി ബന്ധപ്പെട്ട് ആ ഒരു ആഘോഷ സമയത്ത് ഈ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതായിരുന്നു, ഈ കഞ്ചാവ് വിതരണം ചെയ്യുക എന്നതായിരുന്നു ഇവിടെ ലക്ഷ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിൽ നിൽക്കുമ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോട്, അതായത് വ്യാഴാഴ്ച രാത്രിയോടുകൂടി ഇത്തരത്തിൽ ഈ ഒരു പരിശോധന നടക്കുകയും ഇത്തരത്തിൽ ആകാശിനെ പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുള്ളത്. ആകാശ് ക്യാമ്പസിനകത്തെ സജീവ KSU പ്രവർത്തകനാണ് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഈ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ആ മുറിയിലുണ്ടായിരുന്ന 2 പേർ, ആദിലും അനന്തും, അവർ ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ആദിൽ തന്നെ നൽകിയ ബൈറ്റിൽ, അതായത് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ആദിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇത്തരത്തിൽ ആകാശ് KSUവിൻ്റെ യൂണിറ്റ് മെമ്പറാണ്. അദ്ദേഹം തങ്ങളുടെ കൂടെ KSUവിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പങ്കുകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സൂചിപ്പിച്ചിരുന്നു. നിലവിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പ്രധാന കണ്ണിയെന്ന് പറയുവാൻ വേണ്ടി സാധിക്കുന്ന ആഷിഖിനെ പിടികൂടിയിട്ടുണ്ട്. നിലവിൽ ആഷിഖുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ക്യാമ്പസിന് അകത്ത് കഞ്ചാവ് വിതരണം നടത്തുന്നതിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റേതൊക്കെ ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ അന്വേഷണം നീളുന്നു. കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആതിര.